തിയേറ്റർ എമ്പുരാൻ ഏകദേശം പിന്നെ ആന്റണിയുടെയും പ്രതീക്ഷ കവർന്ന് കോടികൾ കളക്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതായത് തിയേറ്ററുകാരുടെ ഇന്ന് വരെയുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ. കാര്യം ഞങ്ങൾക്ക് മാത്രമല്ല, ഞാനത് ഇന്ന് രാവിലെ നമ്മുടെ ജനറൽ ബോഡിയിൽ പറഞ്ഞു, എമ്പുരാൻ വൻ സക്സസ് ആകണമെന്ന് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. കാര്യം ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ടാക്സ് ബാധ്യതയുണ്ട്. അപ്പൊ ഈ എന്റർടൈൻമെന്റ് ടാക്സ് കൊടുക്കാൻ ഒരുപാട് ബാലൻസ് ഉണ്ട്. അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് എമ്പുരാൻ സക്സസ് ആയെന്നുണ്ടെങ്കിൽ 31-ാം തീയതിക്ക് മുമ്പ് ഈ ടാക്സ് കിട്ടിയാൽ എല്ലാവർക്കും ശമ്പളം കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ നടന്നത്. അങ്ങനെ ഓരോ മേഖലയിലുള്ളത് ക്ഷേമനിധി ബോർഡ് നമ്മുടെ ചെയർമാൻ ശ്രീ മധുബായ് പറയുന്നുണ്ട് എമ്പുരാൻ ഒരു വൻ സക്സസ് ആകണമെന്ന്. കാര്യം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കുടിശ്ശിയുണ്ട് തിയേറ്ററുകാരിൽ നിന്ന് കിട്ടാൻ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തീർക്കാൻ പറ്റും. എമ്പുരാൻ വൻ സക്സസ് ആവും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. അതിനുവേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുണ്ട്. അലിക്ക് സമാധാനമായല്ലോ. കോൺക്രീറ്റ് കിട്ടും. അലി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ നടത്തിയായിരുന്നു ഷൈൻ ടൈം ജോക്കായിട്ട്. ഞാനത് കണ്ട്. വോട്ടിംഗ് ഇല്ല, അത് വോട്ടിംഗ് അല്ല. അതായത് പിന്നെ ഒരു രഹസ്യമായിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം. കാര്യം നമ്മളിപ്പോ ഒരു ഗ്രൂപ്പില് ഇപ്പം സത്യത്തില് മാനസികമായിട്ട് നമുക്ക് തങ്ങൾ ഇഷ്ടമല്ലെന്ന് വരുന്നുണ്ട്. പക്ഷെ അലി ഒരിക്കലും എന്റെ ഉമ്മിണി ചോറത്തില്ല എനിക്ക് വിജയകുമാറിന്റെ ഇഷ്ടമല്ല. അതിവിടെ രഹസ്യമായിട്ട് ആരെങ്കിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അലി പറയും പന്നെ ഇയാള് എങ്ങനെ പിന്നെ കയറി നിങ്ങളുടെ പേര് അറിയുള്ളൂ. അലിയോട്ടിന് നമുക്ക് കൂടുതൽ ആ പേരറിയാവുന്നു, അതുകൊണ്ട് പറയുന്നുള്ളൂ. അപ്പൊ അതുപോലെ ഓരോ മനുഷ്യന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ എല്ലാവരും ഏകകണ്ഠമായിട്ടല്ല ഈ ഭരണസമിതി തുടരണം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കാലത്തെയും കൂടെ. കാര്യം നമുക്ക് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. കാര്യം നമ്മൾ തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങളൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആവുന്നതോടെയെങ്കിലും ഈ ഭരണസമിതി തുടരണം എന്ന് എല്ലാവരും ഏകകണ്ഠമായി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതല്ല, നിങ്ങളത് പേപ്പറിലൊന്ന് കുറിച്ച് തരും. ഓരോരുത്തരും രഹസ്യമായി പോയി പേപ്പറിലൊന്ന് കുറിച്ച് ഈ പെട്ടിയിൽ കൊണ്ടുവന്നു. അത് ഞാൻ നോക്കും. 10% പേരെങ്കിലും അത് വേണ്ടെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ വേണ്ട. വളരെ സന്തോഷം. നോക്കിയപ്പോഴേ എല്ലാവരും തുടരണം എന്ന അഭിപ്രായമാണ് കുറിച്ചത്. തീർച്ചയായിട്ടും അതിന്റെ ഏപ്രിൽ 1-ാം തീയതി മുമ്പ് തന്നെ പടമല്ലേ എമ്പുരാൻ. സർക്കാരോട് കനിയണം. അതെ, വളരെ നല്ല രീതിയിലുണ്ട്. എല്ലാവരുടെയും പ്രതീക്ഷ കവച്ചു വയ്ക്കുന്നു. തീർച്ചയായിട്ടും പിന്നെ ഈ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ അഡ്വാൻസ് ബുക്കിംഗ് എല്ലാം ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല ലാഭത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ മുടക്ക് മുതലുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എത്രത്തോളം ലാഭകരമാണെന്നുള്ളത് അതിന്റെ പ്രൊഡ്യൂസറാണ് പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ഇനിഷ്യൽ ബുക്കിംഗ്. സിനിമ പോസ്റ്റ് പതിക്കുന്നതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മെസ്സേജ് അല്ലെങ്കിൽ സിനിമ ഇല്ല, ഈ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നതുകൊണ്ട് ഒരു സിനിമകളിലും ഒന്നും എങ്ങും എത്തത്തില്ല എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാര്യം ഇപ്പം പറഞ്ഞ സത്യം, പോസ്റ്റർ ഒട്ടിക്കാൻ എങ്ങും സ്ഥലമില്ല. സിനിമാ പോസ്റ്റർ നോക്കി ജനം സിനിമയ്ക്ക് പോകുന്ന ആ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പൊ സോഷ്യൽ മീഡിയയാണ് നമ്മുടെ പരസ്യത്തിന്റെ ഉപാധി. പരമാവധി പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്തിട്ട് ഈ പോസ്റ്ററിന്റെ ഇടപാടേ നിർത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം നമ്മൾ ചുമ്മാ ആവശ്യമില്ലാതെ സർക്കാർ മതിലുകൾ വൃത്തികേടാക്കാനും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള കോമൺ സ്പേസുകൾ വൃത്തികേടാക്കാനും ഇനിയും നമ്മൾ മുതിരരുത്. കാര്യം ഇതൊക്കെ 1947 തുടങ്ങിയല്ലേ ഈ പോസ്റ്റ് ഒട്ടിയും കാര്യങ്ങളും. ഇതൊക്കെ മാറി. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പടം എമ്പുരാന്റെ പോസ്റ്ററുകൾ ഇന്നോ നാളോ ഒക്കെ ആയിട്ട് തിയേറ്ററുകൾ എത്തിക്കത്തുള്ളൂ. ഒരു പോസ്റ്ററും ഇല്ലാതെ മറ്റു ഇതിനു മുമ്പുള്ള പല പടങ്ങളുടെയും 15 ദിവസവും 1 മാസം മുമ്പേ തിയേറ്ററിൽ വരും. കമ്മിങ് എന്ന് പറഞ്ഞ ഒട്ടിച്ചു. അതിനൊന്നും ഒരു ടിക്കറ്റ് പോലും ബുക്കിംഗ് നടന്നിട്ടില്ല. എന്നാൽ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതാണ് ഈ പടത്തിന് ഇത്രയും ബുക്കിംഗ്.